ഉലയരെല്ലാരും കൂടി അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പട്ടികജാതിക്കാര്, ആദിവാസി, ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ്. മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹേബ് അംബേദ്കറെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും. ഇങ്ങനെ നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ, നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഒരുപാട് പുരസ്കാരങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ കിട്ടുന്നത്. ഞാൻ അതിന് അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ വഴിയില് ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയില് സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ കാലത്ത് സ്മൃതി മണ്ഡപത്തിലേക്ക് പോയിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. ഇപ്പൊ ഇവിടെ വരുന്നു. മഹാവീരൻ അയ്യങ്കാളിയുടെ നിனைவு നാൾ. അത്രയും വലിയൊരു മനുഷ്യനെ ഓർക്കേണ്ട ഒരു ദിവസം നമ്മളൊരു കൊച്ചു കുടിച്ചു മുറി നടത്തുന്നതാണ് ആഘോഷിക്കുന്നത് എന്നുള്ള സങ്കടമുണ്ടായി. കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവാക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തില് അടുത്ത പ്രാവശ്യം ഇതേ ദിവസം 10,000-കണക്കിന് ജനങ്ങൾ ഒത്തുകിടുന്ന ഒരു വേദിയില് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയും ജന്മദിനങ്ങളും അവരുടെ നിனைவு നാളുകളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായി മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ തന്നെ വിഭജിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പട്ടികജാതി, ആദിവാസി, ദളിത് സമൂഹങ്ങൾ എല്ലാവരും. ഞാൻ അധികം സംസാരിച്ചു നീട്ടുന്നതിന് എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ. ഇതിങ്ങനെ ആഘോഷിക്കേണ്ട പരിപാടിയല്ല. നമ്മളിങ്ങനെ ഒരു കുടിച്ചു മുറിക്കകത്ത് നിന്നിട്ട് കൊണ്ടല്ല നമ്മുടെ മഹാവീരൻ അയ്യങ്കാളി ആഘോഷിക്കേണ്ടത്. ലോകം അറിയുന്ന അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം നമ്മൾ ഇപ്പോഴെത്തിയിട്ടില്ല. പട്ടികജാതിക്കാര്, ആദിവാസി, ദളിത് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നമ്മൾ ഇപ്പോഴും സനാതനത്തിന്റെ അടിമകൾ തന്നെയാണ്. അപ്പോ അത് മനസ്സിലാക്കുമ്പോൾ മഹാവീരൻ അയ്യങ്കാളിയും ബാബാ സാഹേബ് അംബേദ്കറെയും ഇവിടെയുള്ള പൊതുസമൂഹം ആഘോഷിക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി. എനിക്ക് ഒരു 6.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത് തിരിച്ച് തൃശ്ശൂരിലേക്ക്. അപ്പൊ ഞാൻ വേഗം തന്നെ പോവാണ്. ഞാനൊരു പാട്ട് പാടിയിട്ട് പക്ഷെ എന്ത് പാട്ട് പാടുന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. എന്ത് പാട്ട് പാടണം?
പൊയ്കയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറഞ്ഞത്. ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നുമില്ല. എങ്കിൽ കൂടി പൊയ്കയിലപ്പച്ചന്റെ പാട്ടിൽ ഒരു 4 വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥയിൽ ഞാനിത് പാടിയപ്പോഴത്തെ വേണം ജാതീയവാദിയാണ് എന്നാണ് പറയുന്നത്. ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ പൊയ്കയിലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊയ്കയിലപ്പച്ചന്റെ ഒരു കവിതയിൽ ഒരു 4 വരിയാണ്. ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരിയും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുലയരെല്ലാരും കൂടി അറിയോ ഈ പാട്ട്? ഈ കവിത ആർക്കൊക്കെ അറിയോ? അത് ഞാൻ എന്തായാലും പാടും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പാടുന്നതാണോ വേണ്ടത്? പുലയരെല്ലാരും കൂടി ചേരവരായാലെന്ന ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? പറയരെല്ലാരും കൂടി സമവരായാലെന്ന പറയന്റെ പഴിമാറുമോ? ഈ ധരതന്നിൽ ഇതിനൊരു ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീര യോദ്ധാവിന്റെ ഓർമ്മ ദിവസം ഇങ്ങനെ ഒരു ഹാളിൽ ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തില്ലായിരുന്നു. വലിയൊരു ഉത്സവമായിട്ട് നടത്തേണ്ടി വരുന്ന ഒരു പരിപാടി. എനിക്ക് അതാണ് ഒരു സങ്കടമുള്ളത്. നിങ്ങൾ എല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇതിങ്ങനെയല്ല നടത്തുന്നത്. അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാവീരൻ അയ്യങ്കാളിയുടെ നിലവ് നാൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ പോയിട്ട് വരാം. കടലമ്മയല്ലേ? പാടാം. ഞാൻ പാടിയിട്ട് പതുക്കെ ഇറങ്ങാണ്. ഒരുപാട് തിരക്കുകളുള്ളത് കാരണമാണ്. വേറൊരു ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഇതിലും വലിയ വേദിയിൽ ഇതിലും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം. തീർച്ചയായിട്ടും അതെനിക്ക് വേണം. അത് ഞാൻ ചോദിച്ചു വാങ്ങുകയും ചെയ്യും. കടലമ്മ കരഞ്ഞലെ പെട്ടത്, കണ്ണീരലമ്മ വളലെ കട്ടത്, കരയില കടലലെ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞലെ പെട്ടത്, കണ്ണീരലമ്മ വളലെ കട്ടത്, കരയില കടലലെ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. പോയിട്ട് വരാം. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞൊരു കാര്യം, എല്ലാവരും ഒന്നു ചെയ്യുക, നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക, നല്ല മനുഷ്യരായി വളരാൻ സാധിക്കുക. ജയ് ഭീം.